തെറ്റ് ചെയ്യുക എന്നത് മനുഷ്യ സഹജമാണ്. തെറ്റുണ്ടാവാൻ സാധ്യതയുണ്ട്. കുല്ലു ബനി ആദമ ഖത്താ, ആദമിന്റെ സന്തതികൾ തെറ്റ് അവരിൽ വന്നുകൊണ്ടേയിരിക്കും. വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ, ആ തെറ്റുകൾ വരുന്നവരുടെ കൂട്ടത്തിൽ ഉത്തമരാരാണ്? പശ്ചാത്തപിക്കുന്നവരാണ്. ഇതെല്ലാം നമുക്കറിയുന്നതോടുകൂടി അല്ലാഹ് പറയുന്നു, ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ മിനൽ ഖൗലി ഇല്ലാ മൻ ദുലിം. അള്ളാഹു തീരെ ഇഷ്ടപ്പെടുന്നതല്ല വടക്ക് കാര്യങ്ങളെ പ്രകടമാക്കുക എന്നത്, വടക്ക് വാക്കുകളെ പ്രകടമാക്കുക എന്നത്, വടക്ക് കാര്യങ്ങൾ ജനങ്ങൾ കാണുന്ന രൂപത്തിലായി മാറുക എന്നത്. സൂഗ് എന്ന പദത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന എന്ത് തെറ്റുകളുണ്ടെങ്കിലും ചെറുതാവട്ടെ വലുതാവട്ടെ ജനങ്ങൾ കണ്ടു ചെയ്യുമ്പോൾ എന്തായി മാറി? ജനങ്ങളുടെ മുമ്പിലേക്ക് പ്രകടമാക്കുമ്പോൾ, പരസ്യമാക്കുമ്പോൾ എന്തായി? അള്ളാനെ തീരെ കൂട്ടാക്കാത്തവനായി വരും. അള്ളാനെ കൂട്ടാക്കാത്തവനാണ് എന്ത്? തെറ്റുകൾ പരസ്യമായി ചെയ്യുന്ന ആൾ. സുബ്ഹാനല്ലാഹ്. ഞങ്ങളുടെ കാലഘട്ടത്തിൽ പർവ്വതം പോലെ മനസ്സിലാക്കിയിരുന്നതായ പാപങ്ങൾ നിങ്ങളുടെ കാലഘട്ടത്തിൽ ഈച്ച മുമ്പിൽ കൂടി പറന്ന ഭാവം വരെ നിങ്ങൾ നടിക്കുന്നില്ല എന്ന് സലഫുസ് സാലിഹീങ്ങളിൽ നിന്ന്, മുമ്പന്മാരിൽ നിന്ന്, താബിഈങ്ങളുടെ കാലഘട്ടം കണ്ടവർ പറഞ്ഞിരുന്നു. സഹീഹായ ഹദീസിലൂടെ സഹാബാക്കള് പർവ്വതം പോലെയുള്ള തെറ്റായി കണ്ടതിനെ അവരുടെ കാലഘട്ടം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അതേ ദോഷം ചെയ്യുമ്പോൾ ഒരു ഈച്ച പാറിയ പോലെ പോലും നടിക്കാത്ത രൂപത്തിൽ, നിസ്സാര രൂപത്തിൽ വീക്ഷിക്കുന്ന ശൈലി. അതാണ് ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ മിനൽ ഖൗലി ഇല്ലാ മൻ ദുലിം. ആക്രമിക്കപ്പെട്ടവൻ ഒഴിച്ച് അല്ലാത്തവർക്ക് അനിസ്ലാമിക ശൈലിയിലുള്ള ഏത് പദവും ഉച്ചത്തിൽ പറയാനോ പ്രചരിപ്പിക്കാനോ പരസ്യമാക്കാനോ പാടുള്ളതേ അല്ല. ഇപ്പോഴോ വാൾ പോസ്റ്റ് ഇങ്ങനെ ഒട്ടിക്കപ്പെടാം. അതിൽ നഗ്നതയോടുകൂടി സ്ത്രീകളും അപ്രകാരം തന്നെ കാണാൻ പാടില്ലാത്തതൊക്കെ ഇങ്ങനെ പ്രകടമായി വരാം. പരസ്യമാകന്നെ അസത്യത്തെ, തോന്നിവാസത്തെ, അനാചാരത്തെ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, അള്ളാഹു അല്ലാത്തവർ എന്നിട്ട് പ്രശ്നപരിഹാരത്തിന് ചെല്ലുക, ഖുർആനിൽ 100 കണക്കിൽ പ്രാവശ്യം പാടില്ല എന്ന് പറഞ്ഞ തത്വങ്ങൾക്ക് ഘടകവിരുദ്ധമായി അനിസ്ലാമിക നേർച്ചകൾ, അനിസ്ലാമിക പൂരങ്ങൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ ഇവിടെ വന്നോ, ഇവിടെ വന്നാൽ എല്ലാം പരിഹരിക്കപ്പെടും. അങ്ങനെ കള്ള പ്രചരണങ്ങൾ ഉണ്ടാക്കി അത് പരസ്യപ്പെടുത്തി. തോന്നിവാസങ്ങൾ എവിടെയും എപ്പോഴും ഉണ്ടാകും. റസൂലുള്ള ജീവിച്ച കാലഘട്ടത്തിൽ തന്നെ ഇവിടെ പരസ്യമായി ചെയ്യുന്നത് അനുവദിക്കപ്പെടുകയില്ല എന്നത് ഇസ്ലാമിന്റെ മെയിൻ തത്വമായതുകൊണ്ട് ഒരു വിഭാഗം തന്നെ ഉടലെടുത്തു. അവരുടെ പേരെന്താണ്? മുനാഫിഖീങ്ങൾ. എന്താ മുനാഫിഖ് എന്ന് പറഞ്ഞാൽ? അവർ യഥാർത്ഥത്തിൽ മുശ്രിക്കുകളാണ്. അവർ യഥാർത്ഥത്തിൽ അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചാക്കുന്ന, അള്ളാഹു അല്ലാത്തവർക്ക് അറക്കുന്ന നീച നികൃഷ്ട ചിന്താഗതിയുമായി ജീവിക്കുന്ന വിഭാഗമാണ്. ബിംബങ്ങളെ, വസ്തുക്കളെ കാഷ്ടിക്കുന്ന, മുദ്രിക്കുന്ന വ്യക്തികളെ പൂജിക്കുന്ന വിഭാഗമാണ്. അള്ളാഹനെ തരം താഴ്ത്തുന്ന വിഭാഗമാണ്. പക്ഷേ അത് പ്രകടമാക്കാൻ ഇവിടെ നടക്കൂല. മദീന വളരെ പവിത്രതയുള്ള നാടായി മാറി റസൂലുള്ള വരലോടുകൂടി. ഇവിടെ ബിദ്അത്തില്ല, ഇവിടെ അനാചാരമില്ല, ഇവിടെ അക്രമമില്ല, ഇവിടെ അനീതിയില്ല, ഇവിടെ തട്ടിപ്പില്ല, ഇവിടെ വെട്ടിപ്പില്ല. ഇതിനൊക്കെ അറുതി വന്നു കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ അവർക്ക് നിൽക്കപ്രതിയില്ലാതെയായി മാറി. ഞങ്ങളുടെ ഭാഷയിൽ അവർക്ക് പിന്നെ എന്ത് ചെയ്യേണ്ടി വന്നു? അവ്യക്തമാക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് മുനാഫിഖുകൾ. പക്ഷേ അവര് ഇത്രയും ശുദ്ധ ഭൂമിയിൽ, ഇത്രയും നല്ല അന്തരീക്ഷത്തിൽ കാപ്പട്യത്തെ പേറി നടക്കുന്ന വിഭാഗം മദീനയിലുണ്ട് എന്ന് അന്ന് ആയത്തിറങ്ങിയത് അവരെ കുറിച്ചായിരുന്നു. അലാ തഅലമുഹും, നിങ്ങൾക്ക് അവരെ പരിചയമില്ലെങ്കിലും നഹ്നു നഅലമുഹും, നമുക്ക് അവരറിയാം. സനുഅദ്ദിബുഹും മറത്തൈൻ, അവരെ നാം ഡബിൾ ശിക്ഷ ശിക്ഷിക്കുമെന്ന് അള്ളാഹ് അവരെ ആക്ഷേപിച്ചു. അള്ളാഹ് അവരോട് അവരുടെ സ്റ്റാൻഡേർഡ് ഒക്കുന്ന രൂപത്തിൽ സംസാരിച്ചു. അവരെ എന്താണ് അള്ളാഹ് അവർക്ക് ഒരുക്കി തയ്യാർ ചെയ്തു വെച്ചത്? ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ താഴെ തട്ടിൽ. അതാണ് മദീനയിൽ തൗഹീദ് പ്രചരിപ്പിക്കേണ്ട നാട്ടിൽ ശിർക്കും പേര് നടക്കാം. അപ്പോൾ ശിർക്ക് പേര് നടക്കുന്ന റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ ഉണ്ടായി, ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. പക്ഷെ പ്രകടമാക്കുമ്പോൾ അള്ളാഹ് വിടൂല. നാം ഇതുവരെ പറഞ്ഞത് പരസ്യമായിട്ടാവാൻ പാടില്ല. അതിന്റെ അർത്ഥം രഹസ്യമായി പാടുണ്ടെന്നാണോ? അല്ല. പരസ്യമാക്കുമ്പോഴുള്ള തെറ്റ് വലുതാണ്. പരസ്യമാക്കുമ്പോൾ അത് വലിയ തെറ്റാണ്, രഹസ്യമാക്കും പോലെയല്ല. മനസ്സിലായില്ലേ?
അപ്പോൾ രഹസ്യമാകുമ്പോൾ, ജനങ്ങൾ അറിയാത്ത രൂപത്തിലാകുമ്പോൾ, പിടുത്തത്തിൽ പെടാതിരിക്കുമ്പോൾ, ഗവൺമെന്റ് കസ്റ്റഡിയിൽ പെടാതിരിക്കുമ്പോൾ മുസ്ലിം ഗവൺമെന്റിന്റെ എന്തില്ല, ഭൂമിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അള്ളാഹിന്റെ അടുത്ത് രക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല. ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുക, അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റൂല. അത് നിങ്ങൾ ചെറുതോ വലുതോ ആയ ഏത് പദം ഉച്ചരിക്കുകയാണെങ്കിൽ നന്മയോ തിന്മയോ അണുവിന്റെ അത്രയാണെങ്കിലും ചെയ്തത് നീ കാണുക തന്നെ ചെയ്യും. പിന്നെ ഈ പരസ്യമാക്കുമ്പോൾ അതിനുള്ള അപകടം എന്താണ്? ഇതാ ലഹുറൽ ഖബസ്, തുറമുദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ചർച്ചയ്ക്ക് വിധേയമായ ഒരു ഹദീസാണത്. പക്ഷെ അതിൻ്റെ അർത്ഥം ആയത്തുകളിലൂടെയൊക്കെ സ്ഥിരീകരിക്കപ്പെട്ടതാണ്. എന്ത്? ആയിഷ പറഞ്ഞ ശരി ഞാൻ പറയാറുണ്ടല്ലോ, എന്ത്? അനഹലകു ഫീന സാലിഹൂൻ, ഞങ്ങളിൽ സാലിഹ്യങ്ങൾ ഉണ്ടായിരിക്കവേ ഞങ്ങളെ നശിപ്പിക്കപ്പെടുമോ? മറുപടി എന്താ കിട്ടിയത്? അതെ, നശിപ്പിക്കപ്പെടും. എപ്പോൾ? ഇതാ കസുറൽ ഖബസു, ഖബസ് തെറ്റ് പ്രകടമായി വ്യാപകമായി പെരുത്തു കഴിഞ്ഞാൽ, വ്യാപകമായി കഴിഞ്ഞാൽ, മനസ്സിലായില്ലേ? ഒമാ കാന റബ്ബുക ലിയുഹ്ലികൽ ഖുറാ ബിദുൽമിൻ വഅഹ്ലുഹാ മുസ്ലിഹൂൻ. ഖുർആൻ. ഒമാ കാന റബ്ബുക ലിയുഹ്ലികൽ ഖുറാ ബിദുൽമിൻ വഅഹ്ലുഹാ മുസ്ലിഹൂൻ. അല്ലാഹ് ഒരു സമൂഹത്തെ അക്രമം ചെയ്തത് കാരണത്താൽ നശിപ്പിക്കുന്നതല്ല. ഏതുവരെ? ആ നാട്ടുകാരിൽ നന്മ ചെയ്യുന്ന, നന്മ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന, അംറും ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകർ നടത്തുന്ന വിഭാഗമുണ്ടാകുന്ന കാലത്തോളം. പ്രബോധകന്മാരെ, പ്രവർത്തകന്മാരെ, വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കുക. അല്ലാഹ് എന്താ പറഞ്ഞത്? നന്നാക്കുന്നവർ എന്നതാണ്, നന്നായവരെന്നതല്ല. സ്വന്തം നന്നായാൽ പോരാ, പിന്നെന്ത് വേണം? നീ മറ്റുള്ളവരെ നന്നാക്കണം. അപ്പോൾ നന്നാക്കുന്നവരുള്ള കാലത്തോളം ആ സമൂഹത്തെ, ആ നാട്ടുകാരെ അല്ലാഹ് നശിപ്പിക്കുക തന്നെ ഇല്ല. ഖുർആനാണ്, സൂറത്ത് ഹൂദിൽ 117 ആയത്ത്.